മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS. Management Information System is one of the 5 major computer-based information systems. Its purpose is to meet the general information needs of the managers in a firm or organization. MIS is a computer-based system that makes information available to users with similar needs. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം അത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, മാനേജേഴ്സിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വൺ ഓഫ് ദ 5 മേജർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഒന്നാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മാനേജേഴ്സിന് വേണ്ട ജനറൽ ഇൻഫോർമേഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് 3 pillars: മാനേജ്മെൻറ്റ്, ഇൻഫോർമേഷൻ ആൻഡ് സിസ്റ്റം. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 തൂണുകൾ, 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞത് ഒന്ന് മാനേജ്മെൻറ്റ്, ഒന്ന് ഇൻഫോർമേഷൻ, അടുത്തത് സിസ്റ്റം. അപ്പോൾ അതിലെ ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. നമുക്കറിയാം ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അത് മാനേജ് ചെയ്യണം, അല്ല മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും അതിന്. ഇപ്പോൾ പ്രൈവറ്റ്, ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതിലെല്ലാം എന്താണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, പല ആൾക്കാരെയും വെച്ചിട്ട് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, അതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് പീപ്പിൾ ഗ്രൂപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നോക്കാം. മാനേജറൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇപ്പോൾ ഓരോ മാനേജ്മെൻറ്റിനും ഓരോ പ്ലാൻ ഉണ്ടായിരിക്കും. സ്കൂളാണെങ്കിൽ സ്കൂളിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഹോസ്പിറ്റലിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഹോട്ടലാണെങ്കിൽ അതിന് വേറെ പ്ലാൻ ആയിരിക്കും. ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓർഗനൈസ് ചെയ്യണം, പിന്നെ അതിന് വേണ്ട സ്റ്റാഫ് തീരുമാനിക്കണം, ആ സ്റ്റാഫിന് ഡയറക്ഷൻ കൊടുക്കണം, അവരെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജറൽ ഫങ്ഷൻസിൽ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇൻഫോർമേഷൻ. രണ്ടാമത്തെ പില്ലറാണ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി, നമുക്ക് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ വളരെ റിലേറ്റഡ് ആണ് നമ്മുടെ ടോപ്പിക്കായിട്ട്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ ദാറ്റ് ഹാവ് എ മീനിങ് വിത്ത് കോണ്ടെക്സ്റ്റ് വെർ ഡാറ്റ ഈസ് റോ ഫാക്ട്സ് അബൌട്ട് ആൻ എൻറ്റിറ്റി. അപ്പോൾ നമുക്ക് അറിയാം പ്രോസസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫോർമേഷൻ. വെറും ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോ ഡാറ്റ ആണ്. ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻ ആവും. അതായത് ഒരു മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന പില്ലർ എന്ന് പറയുന്നതാണ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കമ്പോണൻസ് വിത്ത് എ ക്ലിയർലി ഡിഫൈൻഡ് ബൗണ്ടറി വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. അതായത് നമുക്കിപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മുടെ സ്കൂൾ ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്കൂൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിലെ ഒരു ഇൻ്റർ റിലേറ്റഡ് കമ്പോണൻസ് ഉണ്ട്. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മെയിൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്, പിന്നെ മാനേജ്മെൻറ്റ് സ്കൂളാകുമ്പോൾ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതാണ് അതിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അത് ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് ഓരോ സിസ്റ്റത്തിനും ഓരോ ഗോൾ ഉണ്ടായിരിക്കും അച്ചീവ് ചെയ്യാനായിട്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അതിലെ കമ്പോണൻസ്, ആ സിസ്റ്റത്തിലെ കമ്പോണൻസ് എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലേ? ഒരുമിച്ച് ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് ആ എല്ലാ കമ്പോണൻസും വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നമുക്ക് നമ്മുടെ മെയിൻ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസൾട്ടാണ്. നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് മാക്സിമം നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റുഡൻസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അതുപോലെ ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അത് പാരൻസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, മാനേജ്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഈ 4 കൂട്ടരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ഒരു സ്കൂൾ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഗോൾ ആ സിസ്റ്റം ഹോസ്പിറ്റൽ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ അതിലെ
കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കമ്പോണൻസ് പേഷ്യൻസാണ്. പേഷ്യൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. അങ്ങനെ പല സ്റ്റാഫുകളും വേറെ ഒഫീഷ്യലായിട്ട് വേറെ സ്റ്റാഫുകൾ ഉണ്ട്, ഓഫീസ് സ്റ്റാഫ്സ് വേറെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഗോള് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം റിക്കവറി ഓഫ് പേഷ്യൻസിൻ്റെ മാക്സിമം റിക്കവറി. അതാണ് അവിടുത്തെ ഏറ്റവും നല്ല ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നമ്മൾ അതിന് റേറ്റിംഗ് ചെയ്യുന്നത് അല്ലേ, ഓരോ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ എന്താണ്, ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നഴ്സസ് ഉണ്ട്, ഇവരെല്ലാം കൂടി അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് വേണ്ടതായ എക്യുപ്മെൻറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ, പരിശോധിക്കാനുള്ള ലാബുകളൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റും വളരെ നല്ല ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ രോഗികളുടെ റിക്കവറിയും സാധ്യമാകും. അപ്പോൾ അവിടെയും ഇതുമാതിരി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാറ്റിനും മെയിനായിട്ട് നമുക്ക് എല്ലാ സിസ്റ്റത്തിലും മെയിൻ കമ്പോണൻ്റായിട്ട് നമ്മുടെ ദൈവം കൂടെ വേണം. അത് വേറെ കാര്യം. അത് നമുക്ക് നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെന്താണ് രോഗം മാറുന്നതിനാണെങ്കിലും എല്ലാറ്റിനും മെയിൻ കമ്പോണൻ്റ് നമ്മുടെ ദൈവം തന്നെ. അത് എല്ലാം കോമൺ ഫാക്ടറാണ് ഏതിലായാലും. ഇനിയിപ്പോൾ നമുക്ക് ബിസിനസ് ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ട് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രോഫിറ്റാണ്, ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് ആർജിച്ച് അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിസ്റ്റം മേ ബി എനിത്തിങ്, ഏത് വേണമെങ്കിൽ നമുക്ക് യു ക്യാൻ കൺസിഡർ എനിത്തിങ് ആസ് എ സിസ്റ്റം. ഇപ്പോൾ സ്കൂളിൽ സിസ്റ്റമായിട്ട് എടുക്കാം, അല്ല ഒരു ഹോസ്പിറ്റലിൽ സിസ്റ്റമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ സിസ്റ്റമായിട്ട് എടുക്കാം, ബാങ്ക് ഒരു സിസ്റ്റമായിട്ട് എടുക്കാം, അതുപോലെ തന്നെ ബിസിനസ് ഒരു സിസ്റ്റമായിട്ട് എടുക്കാം. യു ക്യാൻ കൺസിഡർ എവരിത്തിങ് ആസ് എ സിസ്റ്റം. അപ്പോൾ ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ആ സിസ്റ്റത്തിനെ അച്ചീവ് ചെയ്യാനുള്ളൊരു ഗോളുണ്ടായിരിക്കും. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വേണ്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മിസ്. It may be a student aspiring to become a manager in some organization, an entrepreneur or a professional. Information system and information technology is a vital component of any successful business and is regarded as a major functional area like any other functional area of a business organization like marketing, finance, production, human resource, etc. Information system play following three vital roles for a business organization. ഇപ്പോൾ നമുക്ക് മിസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൂണർ ആവാനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആകാനോ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ഈസ് എ വൈറ്റൽ കമ്പോണൻറ്റ് ഓഫ് എനി സക്സസ്ഫുൾ ബിസിനസ് ആൻഡ് ഈസ് റിഗാർഡഡ് ആസ് എ മേജർ ഫങ്ഷൻ ഏരിയ ലൈക്ക് എനി അതർ ഫങ്ഷൻ ഏരിയ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സ്, എക്സെട്ര. ഇനി 3 വൈറ്റൽ റോൾസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. 1. സപ്പോർട്ട്സ് ദ ബിസിനസ് പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. 2. സപ്പോർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബൈ എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. 3. സപ്പോർട്ട്സ് ദ സ്ട്രാറ്റജീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ ബിസിനസ് പ്രോസസ് ആൻഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട് എംപ്ലോയീസിനും മാനേജേഴ്സിനും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഓഫ് ഓർഗനൈസേഷൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും 3 കാര്യങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് വഹിക്കുന്നത്. ഇനി എന്താണ് മിസ്സിൻ്റെ അഡ്വാൻറ്റേജസ്? ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ ഇൻഫർമേഷൻ കണ്ടൻറ്റ് ബൈ പ്രൊവൈഡിങ് റിലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ സൗണ്ട് ഡിസിഷൻ മേക്കിംഗ്. Then miss change large amount of data into summarized form and thereby avoid confusion which may answer when an information officer are flooded with a detailed fact. Then miss facilitates integration of specialized activities by keeping each department aware of problems and requirements of other departments.
The MIS serves as a link between managerial planning and control. And disadvantages of MIS. MISൻ്റെ disadvantages എന്തൊക്കെയാണ്? Too rigid and difficult to adapt. The resistance in sharing internal information between departments can reduce the effectiveness. Then hard to quantify benefits to justify implementation of MIS. Then quality of output of MIS is directly proportional to quality of input and process. അപ്പോൾ നമുക്ക് എന്ത് കാര്യമായാലും നമുക്കറിയാം, നമുക്ക് എന്ത് ഇൻപുട്ട് കിട്ടുന്നുണ്ടോ അതുപോലെ നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടും. അപ്പോൾ മിസ്സിൻ്റെ ഔട്ട്പുട്ടും അങ്ങനെ തന്നെയാണ്. ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് അതുപോലെ പ്രോസസ്സും നന്നായി കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ടും നന്നായിരിക്കും. അതുപോലെ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് മിസ്സിനുണ്ട്. അതുപോലെ തന്നെ റിജിഡാണ്, അത് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ചില പരിമിതികൾ മിസ്സിനുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രോഗ്രാം ടെസ്റ്റിംഗ് ആണ്. Testing a program consists of providing the program with a set of test inputs and observing if the program behaves as expected. If the program fails to behave as expected, then the condition under which the failure occurs are noted for later debugging and correction. പ്രോഗ്രാം ടെസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ പൈത്തൺ പ്രോഗ്രാം, നിങ്ങൾ വേറെ പ്രോഗ്രാംസ് ലാംഗ്വേജ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, അത് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കും. അതാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം. മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടാണോ അതിൽ റൺ ചെയ്ത് വരുന്നതെന്ന് നോക്കണം. അത് എക്സ്പെക്റ്റഡ് റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് ആ കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. അത് ഡിബഗ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും റൺ ചെയ്യണം. അപ്പോൾ ഏതൊരു പ്രോഗ്രാം ചെയ്ത് റൺ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മാനുവലായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇനി എന്താണ് എയിം ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? The aim of testing process is to identify all defects existing in a software product. However, for most practical systems, even after satisfactorily carrying out the testing phase, it is not possible to guarantee that the software is error-free. This is because of the fact that the input data domain of most software product is very large. It is not practical to test the software exclusively with respect to each value that the input data may assume. Even with the practical limitation of the testing process, the importance of testing should be underestimated. It must be remembered that testing does expose many defects existing in a software product. Thus, testing provides a practical way of reducing defects in a system and increasing the user's confidence in a developed system. ടെസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി എറേഴ്സ് നമുക്ക് അതായത് നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ ഡാറ്റ വെച്ചിട്ട് പരമാവധി അത് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. നമുക്കൊരു പ്രോഗ്രാമിൽ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഡാറ്റ നമുക്ക് സാമ്പിൾ ഡാറ്റ കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ എത്ര തന്നെ ഡാറ്റ നമ്മളിട്ട് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നന്നായിട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ടത് ടെസ്റ്റിംഗ് ഫേസ് എല്ലാം കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഫുൾ അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല അത് ആ സോഫ്റ്റ്വെയർ എറർ ഫ്രീ ആണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റയുടെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ വളരെ വലുതായിരിക്കും. അപ്പോൾ അത് നമുക്ക് എല്ലാ ഡാറ്റയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം സാമ്പിൾ ഡാറ്റ ഇട്ട് കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എറർ ഫ്രീ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. It must be remembered that testing does expose many defects existing in a software product. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പാളിച്ചകൾ അപാകതകളോ ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഈസി ആയിരിക്കും. ചിലപ്പോൾ 1-2 സാമ്പിൾ സെറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരിക്കാം. വേറെ തേർഡ് സെറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. ഇനി വെരിഫിക്കേഷൻ വേഴ്സസ് വാലിഡേഷൻ. എന്താണ് വെരിഫിക്കേഷൻ, എന്താണ് വാലിഡേഷൻ? Is this the right specification? Validation is the system correct to specification. Verification അത് നമുക്ക് നോക്കാം ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത്. Verification is the process of determining whether the output of
one phase of software development conforms to that of its previous phase, whereas validation is a process of determining whether a fully developed system conforms to its requirement specification. Thus, while verification is concerned with the phase containment of errors, the aim of validation is that the final product be error-free. അപ്പോൾ അതാണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റിന് എറർ ഫ്രീ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതേസമയം വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് വെരിഫിക്കേഷൻ ഈസ് കൺസേൺ വിത്ത് ഫേസ് കണ്ടെയ്ൻമെൻറ്റ് ഓഫ് എറേഴ്സ്. ഓരോ ഫേസിലും എറേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ, ദാറ്റ് ഈസ് STLC. STLC stands for Software Testing Life Cycle. STLC is a sequence of different activities performed by testing team to ensure the quality of the software of the product. ഇപ്പോൾ 6 മേജർ STLC phases. STLCയുടെ 6 മേജർ ഫേസസ്. 1 റിക്വയർമെൻറ്റ് അനാലിസിസ്, 2 ടെസ്റ്റ് പ്ലാനിങ്, 3 കേസ് ഡിസൈനിങ്, 4 ടെസ്റ്റ് എൻവയൺമെൻറ്റ് സെറ്റപ്പ്, ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ, ടെസ്റ്റ് സൈക്കിൾ ക്ലോഷർ. അതിലെ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. When an SRD is ready and shared with the stakeholders, the testing team starts high-level analysis concerning the AUT, the application under test. Test planning. Test team plans the strategy and approach. Then test case designing. Develop the test cases based on scope and criteria. And test environment setup. When the integrated environment is ready to validate the product. Then test case execution, real-time validation of product and finding bugs. Test cycle closure. Once testing is completed, matrix reports result are documented. Any types of software testing. ഏതൊക്കെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടൈപ്സ് എന്തൊക്കെയാണ്? ഒന്ന് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ആദ്യം യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്, അത് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് ചെയ്യും, ദെൻ സിസ്റ്റം ടെസ്റ്റിംഗ്, ദെൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. എന്താണ് യൂണിറ്റ് ടെസ്റ്റിംഗ്? ഇറ്റ് ഫോക്കസ് ഓൺ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ. അതായത് ഏറ്റവും ചെറിയ യൂണിറ്റ് ആദ്യം ടെസ്റ്റ് ചെയ്യും. ഇൻ ദിസ് വി ടെസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് interrelated യൂണിറ്റ്സ്. ഇറ്റ് ഈസ് ഓഫൺ ഡൺ ബൈ ദ പ്രോഗ്രാമർ ബൈ യൂസിങ് സാമ്പിൾ ഇൻപുട്ട് ആൻഡ് ഒബ്സർവിങ് ഇസ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ചെറിയ ചെറിയ പാർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ് എടുത്തിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് സാമ്പിൾ ഡാറ്റ വെച്ച് ഇൻപുട്ട് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. അതായത് ദ ഒബ്ജക്റ്റീവ്സ് ഈസ് ടു ടേക്ക് യൂണിറ്റ് ടെസ്റ്റഡ് കമ്പോണൻറ്റ്സ് ആൻഡ് ബിൽഡ് എ പ്രോഗ്രാം സ്ട്രക്ചർ ദാറ്റ് ഹാസ് ബീൻ ഡിക്റ്റേറ്റഡ് ബൈ ഡിസൈൻ. Integration testing is testing in which a group of components is combined to produce output. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റിങ്ങിൽ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് 4 ടൈപ്പ്. ഒന്ന് ടോപ്പ് ഡൗൺ, അടുത്ത് ബോട്ടം അപ്പ്, ദെൻ തേർഡ് സാൻഡ്വിച്ച്, ദെൻ ബിഗ് ബാങ്. ഇങ്ങനെ 4 ടൈപ്പ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. This software is tested such that it works fine for the different operating system. It is covered under the black box testing technique. In this, we just focus on the required input and output without focusing on internal working. In this, we have security testing, recovery testing, stress testing and performance testing. അപ്പോൾ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ നമ്മൾ എല്ലാം എടുക്കില്ല. ഒരു എന്താണ് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ടിൻ്റെ മാത്രം അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇൻ്റേണൽ വർക്കിംഗ് ഒന്നും മൈൻഡ് ചെയ്യില്ല, ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഈ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ വരുന്നതാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, റിക്കവറി ടെസ്റ്റിംഗ്, സ്ട്രെസ് ടെസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. നാലാമത് വരുന്നത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ഫോർമൽ ടെസ്റ്റിംഗ് അക്കോർഡിംഗ് ടു യൂസർ നീഡ്സ്, റിക്വയർമെൻറ്റ്സ് ആൻഡ് ബിസിനസ് പ്രോസസ് കണ്ടക്റ്റഡ് ടു ഡിറ്റർമിൻ വെദർ സിസ്റ്റം സാറ്റിസ്ഫൈസ് ദ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഓർ നോട്ട്, and to enable the users, customers or other authorized entities to determine whether to accept the system or not. Acceptance testing is the last phase of software testing performed after system testing and before making the system available for actual use. അതായത് ആദ്യത്തെ 3 ടെസ്റ്റിംഗ്, യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നാലാമത് വരുന്നതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അതായത് സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അതായത് നമുക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് എൻറ്റിറ്റീസ് അവർ ആ സിസ്റ്റം അതായത് ആക്സെപ്റ്റ് ദ സിസ്റ്റം ഓർ നോട്ട്,
അത് സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് അക്കോർഡിംഗ് ടു യൂസർ നീഡ്സ് റിക്വയർമെൻറ്റ്സ്, അതായത് യൂസേഴ്സിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ്സ് എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ വെദർ സിസ്റ്റം സാറ്റിസ്ഫൈസ് ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഓർ നോട്ട് ആൻഡ് ടു എനേബിൾ ദി യൂസേഴ്സ്, കസ്റ്റമേഴ്സ് ഓർ അതർ കസ്റ്റമർ എൻറ്റിറ്റീസ് ടു ഡിറ്റർമിൻ വെദർ ടു ആക്സെപ്റ്റ് ദി സിസ്റ്റം ഓർ നോട്ട്. അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസേഴ്സിനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെക്കിങ് നടത്തണം. അപ്പോൾ അതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. യൂസർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മളത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ കറക്ഷൻ എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത് വരുന്ന ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ടെസ്റ്റിംഗ്. ദീസ് ആർ 3 phases ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ 3 phases ആണ് ഈ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ എന്ന് പറയുന്നത്. They are performed one after another and together ensure a release of high quality software. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ 3 ടെസ്റ്റിംഗ് നടത്തും അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട്. ആദ്യം ആൽഫ, അതിന് ബീറ്റ, ദെൻ ഗാമ ടെസ്റ്റിംഗ്. ഇപ്പോൾ ആൽഫ ടെസ്റ്റിംഗ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ ചെക്കിംഗ് ഡൺ ബൈ ഇൻ-ഹൗസ് ഡെവലപ്മെൻറ്റ് ഓർ QA team. Its main purpose is to discover software bugs that were not found before. At the stage of alpha testing, software behavior is verified under real-life conditions by imitating the end-user's actions. It enables us to get fast approval from the customers before proceeding to product delivery. The beta testing can be called pre-release testing. It can be conducted by a limited number of end users called beta testers before the official product delivery. The main purpose of beta testing is to verify software compatibility with the different software and hardware configuration, types of network correction, and to get the user's feedback or software usability and functionality. The third, gamma testing. Gamma testing is the final stage of the testing process conducted before software release. It makes sure that the product is ready for market release according to all the specified requirements. Gamma testing focuses on software security and functionality, but it does not include any in-house QA activities. During gamma testing, software does not undergo any modification unless the detected bug is of a high priority and severity. ഇപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസനാണ്. എന്തിനാണ് ആൽഫ ടെസ്റ്റിങ്, എപ്പോഴാണ് ആൽഫ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ആരാണ് ആൽഫ ടെസ്റ്റിംഗ് ചെയ്യുന്നത്, ദെൻ വാട്ട് ഗെറ്റ്, ദെൻ വാട്ട് നെക്സ്റ്റ്. ഓരോന്നിൻ്റെയും ആൽഫ, ബീറ്റ, ഗാമ ടെസ്റ്റിങ്ങിൻ്റെ ഓരോ കമ്പാരിസനാണ്. ഇനി സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനുള്ള ചില ടൂൾസാണ്. ഒന്ന് സെലീനിയം, അപ്പിയം, കാറ്റലോൺ, കുക്കുംബർ, HB, യുണൈറ്റഡ് ഫങ്ഷൻ ടെസ്റ്റിംഗ്, UFT. ഇത്രയും ടൂൾസാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഇനി നമുക്ക് ഇതിൽ ബാക്കി വരുന്നത് ഈ സോഫ്റ്റ്വെയർ എൻജിനീയറിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് വാട്ട് സോഫ്റ്റ്വെയർ എൻജിനീയറിങ്, ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്.